പ്രിയം വെക്കേണ്ടത്, മഹബത്ത് വെക്കേണ്ടത്. ആ മഹബത്തിന് മാത്രമേ സ്ഥാനമാനങ്ങളുള്ളൂ. എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് ആ ഡേറ്റ് പറഞ്ഞു കൊടുത്തില്ല, ആ സമയം പറഞ്ഞു കൊടുത്തില്ല. പിന്നീട് വരാനിരിക്കുന്ന വലിയ അവസ്ഥയെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? നീ ആരെയാണ് ഹുബ്ബ് വെക്കുന്നത്? നീ ആരെയാണ് ഇഷ്ടം വെക്കുന്നത്? അവരോട് കൂടെയാണ് നാളെ നീ സ്വർഗത്തിലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഫെബ്രുവരി 13 നാളെ ഫെബ്രുവരി 14 ലോകത്തിന്റെ നാനാദിക്കുകളിലെ ഒരു വാലന്റൈൻ ഡേയ്സ് നടക്കുന്ന ദിവസമാണ്. പ്രണയിനികളുടെ, പ്രണയക്കാരുടെ ഒരു ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസമാണ് ഫെബ്രുവരി 14. ആ ഫെബ്രുവരി 14 ചുവന്ന വസ്ത്രവും ധരിച്ച്, ഓ രക്ഷിതാക്കളെ, നിങ്ങളുടെ പൊന്നു പെൺമക്കളെ, നിങ്ങളുടെ ചെറുപ്പക്കാരായ ആൺമക്കളെ സ്കൂളുകളിലേക്ക് പോകുന്നുവെങ്കിൽ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. ഇതിന്റെ പേരിൽ വലിയ വൃത്തികേടുകളുണ്ട്, അനാവശ്യങ്ങളുണ്ട്. നഊദു ബില്ലാഹ്. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അനാവശ്യമായ പ്രേമത്തിന്റെ, അനാവശ്യമായ ബന്ധങ്ങളുടെ ലോകത്താണ്. ഓ പൊന്നു പെങ്ങളെ, ഓ പൊന്നു മോളെ, ഓ പൊന്നു ചെറുപ്പക്കാരാ, ഓ പ്രിയപ്പെട്ട SSLC +2 ഡിഗ്രി പഠിക്കുന്ന ഓ വിദ്യാർത്ഥിനികളെ, യുവത്വത്തിന്റെ സമയം അത് പ്രസരിപ്പിക്കുന്ന സമയങ്ങളാണ്. അതേ സമയത്ത് ചിന്തിക്കേണ്ടുന്ന സമയങ്ങളാണ്. അനാവശ്യമായ പ്രേമത്തിന്റെ, അനാവശ്യമായ ബന്ധങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടവരല്ല നമ്മള്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ. സ്നേഹിക്കാനും പ്രേമിക്കാനും ഇഷ്ടം വെക്കാനും ഒരു നേതാവ് നമുക്കുണ്ട്. അതാണ് മദീനയിലെ ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴെ വിശ്രമിക്കുന്ന നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കൊടുക്കുന്തോറും ആ സ്നേഹം ദുനിയാവിലും നാളെ ഖബറിലും നാളെ മഹ്ശറയിലും തിരിച്ചു കിട്ടുന്ന പ്രേമമാണത്, സ്നേഹമാണത്, മഹബത്താണത്. ദുനിയാവിലെ സർവ പ്രേമങ്ങളും നൈമിഷികമാണ്. അത് ചെറിയ കാലത്തേക്കുള്ളതാണ്. എപ്പോഴാണ് ആ ബന്ധങ്ങൾ തെറ്റുക? എപ്പോഴാണ് ആ ബന്ധങ്ങൾ ഇല്ലാതെയാവുക? എത്രയെത്ര പ്രണയ ബന്ധങ്ങളാണ് അവസാനം ആത്മഹത്യയിൽ കലാശിച്ചു പോയത്? എത്ര സംഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരിക്കലും ശാശ്വതമായ ബന്ധമല്ല. ആ ബന്ധം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാം അല്ലാഹുവിന്റെ അടുക്കല് വലിയ പ്രയാസകരമാണ്, വലിയ വേദനാജനകമാണ്. സൂക്ഷിക്കണേ രക്ഷിതാക്കളെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. എറണാകുളത്ത് പഠിക്കുകയാണ് പൊന്നുമോള്. ആ മകള് എറണാകുളത്ത് എന്തിനാണ് പോയത്? ആരുടെ കൂടെയാണ് അവൾ അധിവസിക്കുന്നത്? എന്താണ് അവളുടെ ജീവിത രീതി? സുബ്ഹാനല്ലാഹ്, കണ്ണുകൊണ്ട് നേരിട്ട് കാണേണ്ടി വരുന്ന എത്രമാത്രം വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. എല്ലാ വിദ്യാർത്ഥിനികളും ആ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. ഭൗതികമായ ലോക ജീവിതം കുറഞ്ഞ കാല ജീവിതമാണ്. വരാനിരിക്കുന്ന ലോകം അതാണ് അടിച്ചുപൊളിയുടെ ലോകം. ഈ ദുനിയാവാണ് അടിച്ചുപൊളിയുടെ ലോകമെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. വരാനിരിക്കുന്ന ലോകം അത് അടിച്ചുപൊളിയുടെ ലോകമാണ്.
അവിടെ ആനന്ദമാണ്, അവിടെ മൂത്രമൊഴിക്കലില്ല, അവിടെ കാഷ്ടിക്കലില്ല, അവിടെ ഛർദിക്കലില്ല, അവിടെ മോശത്തരങ്ങളൊന്നുമില്ല, അവിടെ അസുഖങ്ങളില്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ന്യൂമോണിയ ഇല്ല, ഒരു വയറുവേദനയുമില്ല. ജീവിതകാലം മുഴുവനും അടിച്ചുപൊളിയുടെ ജീവിതമാണ്. കഴിക്കുന്ന ഭക്ഷണങ്ങള് എന്തായിത്തീരും നബിയേ? സ്വഹാബത്തിന്റെ ചോദ്യമാണ്. ഭക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അത് കാഷ്ടിക്കേണ്ടി വരികയില്ലേ? അത് അവിടെ ഇല്ലല്ലോ. പിന്നെ എന്താകും നബിയേ? ആ സ്വർഗീയമായ ഭക്ഷണങ്ങള് ഒരു കണ്ണും കാണാത്ത ഭക്ഷണമാണ്, ഒരു കൽബും ചിന്തിക്കാൻ കഴിയാത്ത ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന്റെ രുചി ദുനിയാവിലെ ഭക്ഷണത്തിന്റെ 10 മടങ്ങ് രുചിയാണ്. ആ രുചി ഒരു തവണ വായയിൽ വെച്ചാൽ പിന്നെ ഒരിക്കലും ആ രുചി മാറുകയില്ല. വല്ലാത്ത സ്വർഗീയ ലോകമല്ലേ? ആ സ്വർഗീയമായ ലോകത്തെ ഭക്ഷണം എന്തായി തീരും നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, അതൊരു ഏമ്പക്കമായി മാറും. സ്വഹാബ, ഭക്ഷണം കഴിച്ച് നമ്മൾ ഏമ്പക്കം വിടാറില്ലേ? അതുപോലെ ഒരു ഏമ്പക്കമായി മാറും സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ ഏമ്പക്കത്തിന് ഒരു പക്ഷേ ദുർഗന്ധമുണ്ടാകും, അതിന് സുഗന്ധമുണ്ടാവുകയില്ല. പക്ഷേ സ്വർഗത്തിലെ ഏമ്പക്കമുണ്ടല്ലോ, അതിന്റെ സുഗന്ധം അതേ എത്രയോ വഴിദൂരം യാത്ര ചെയ്താലും ഒരിക്കലും മാറിപ്പോകാത്ത സുഗന്ധമായിരിക്കും അത്രേ വായിലൂടെ പുറത്തു വരുന്ന ആ ഏമ്പക്കത്തിനുണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഗന്ധത്തെ, ആ സ്വർഗീയമായ ആനന്ദത്തെ ദുനിയാവിൽ നിന്ന് ഇല്ലായ്മ ചെയ്യല്ല. ഒരു നിസ്സാരമായ പ്രേമത്തിന് വേണ്ടി, ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി, ഒരു നിസ്സാരമായ ആനന്ദത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തല്ല, നഷ്ടപ്പെടുത്തല്ല. ഡോക്ടറായ ഒരു പെൺകുട്ടിയല്ലേ എറണാകുളത്ത് ജീവിതം അവസാനിപ്പിച്ചത്? അതേ സ്വന്തം അതേ കാമുകനായി വന്നത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്നെ കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്നു ആ പെൺകുട്ടി. ആ പ്രേമമങ്ങ് മൂത്തേ. അവസാനം ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ സമയമായപ്പോ ഈ ഡോക്ടറായ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, നിന്നെ എനിക്ക് ആവശ്യമില്ല, ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ജീവിതം എന്നേക്കുമായി ആ മുസ്ലിം പെൺകുട്ടി അവസാനിപ്പിച്ച് കളഞ്ഞിരുന്നു. നഊദു ബില്ലാഹ്. പ്രേമത്തിന്റെ ബാക്കി പത്രം എന്താണ്? എന്താണ് ഇവിടെ ഉണ്ടായത്? എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ആ മാതാപിതാക്കളുടെ വേദന എപ്പോഴാണ് പരിഹരിക്കപ്പെടുക? അതുകൊണ്ട് ചിന്തിക്കണേ. ഉണ്ടാകുന്ന അധിക പ്രേമങ്ങളും ബന്ധങ്ങളും അതൊരിക്കലും അല്ലാഹ് ഇഷ്ടപ്പെടാത്തതാണ്, അല്ലാഹ് പൊരുത്തപ്പെടാത്തതാണ്. ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന മുഴുവൻ ബന്ധങ്ങളും ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കാത്ത ബന്ധങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ആരെങ്കിലും ഏതൊരു ദിവസം അങ്ങനെ പ്രേമിക്കപ്പെടുന്നവരുടെ ദിവസമായി കാണുമ്പോഴേക്ക് അന്ന് ചുവന്ന വസ്ത്രവും ധരിച്ചിട്ട് ആ പ്രേമത്തിന്റെ ദിവസം ആചരിക്കാൻ നാണമില്ലാതെ പുറത്തിറങ്ങുന്നവരായി, ഓ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നമ്മളാരും മാറാൻ പാടില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്ത ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നാൽ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായാൽ, ആ ദിവസത്തെ നിങ്ങൾ മലീമസപ്പെടുത്തിയാൽ, ഇത് ശഅബാൻ മാസമാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം. റമദാൻ വരികയാണ്. പുണ്യമേറിയ ദിനരാത്രങ്ങളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ആ മാസത്തെ വരവേൽക്കണം, അതോടുകൂടെ സ്വീകരിക്കണം. റമദാനിനെ സ്വീകരിക്കണേ, റമദാനിനെ സ്വീകരിക്കണേ. എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം.